അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങനെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങനെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. ഉന്നതത്തിൽ നിന്ന് തന്നെ എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ മാർഗങ്ങളെല്ലാം അങ്ങ് നിരീക്ഷിക്കുന്നു. എന്റെ ഓടുവഴികൾ അങ്ങ് അറിയുന്നു. എന്റെ വാക്കുകളുടെ വ്യത്യാസം പോലും മനസ്സിലാക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ളതെല്ലാം അങ്ങ് അറിയുന്നു. അങ്ങ് എന്നെ രൂപപ്പെടുത്തി. അങ്ങയുടെ കരം എന്റെ മേൽ വച്ചിരിക്കുന്നു. ഇതെനിക്ക് വിസ്മയാവഹവും എന്റെ ഗ്രഹണശക്തിക്ക് അതീതവുമാകുന്നു. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിലേക്ക് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. സിയോലിലേക്ക് ഇറങ്ങിയാൽ അങ്ങ് അവിടെയുമുണ്ട്. കഴുകനെ പോലെ ചിറകു വിടർത്തി ഞാൻ കടലിന്റെ അതിർത്തിയിൽ ചെന്ന് പാർത്താലും അവിടെയും അങ്ങയുടെ കരം എന്നെ പിന്തുടരും. ബലം കയ്യാൽ അങ്ങ് എന്നെ നയിക്കും. ഇരുട്ട് എനിക്ക് പ്രകാശമായി തീരും. രാത്രി എന്റെ മുമ്പിൽ പ്രശോഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അന്ധകാരവും അങ്ങേക്ക് ഇരുളല്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുളെല്ലാം വെളിച്ചം പോലെയാകും. എന്റെ അന്തരംഗം അങ്ങ് രൂപപ്പെടുത്തി. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അങ്ങ് എന്നെ സ്വീകരിച്ചു. അങ്ങയുടെ അത്ഭുത ചെയ്തിയെ കുറിച്ച് അങ്ങേ ഞാൻ പ്രകീർത്തിക്കും. അങ്ങയുടെ പ്രവൃത്തികൾ ഏറ്റവും മഹനീയമാണല്ലോ. ഞാനവ നന്നായി ഗ്രഹിക്കുന്നു. നിഗൂഢതയിൽ ഞാൻ ഉരുവാക്കപ്പെട്ടപ്പോൾ
എന്റെ രൂപം അങ്ങിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. ദൈവമേ, അങ്ങയുടെ കരുണ എനിക്ക് വിലപ്പെട്ടതാകുന്നു. അത് എത്രയോ ശക്തവും വിപുലവുമാണ്. ഞാനവ എണ്ണിയാൽ മണൽത്തരികളേക്കാൾ അത് അധികമാണ്. ഞാൻ ഉണർന്നെഴുന്നേറ്റു, അപ്പോഴും ഞാൻ അങ്ങയോടൊപ്പമായിരുന്നു. ദൈവമേ, അങ്ങ് പാപികളെ നിഗ്രഹിക്കുന്നെങ്കിൽ രക്തദാഹികൾ എന്നിൽ നിന്ന് അകന്നു പോകും. അവർ അങ്ങയെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചു, അങ്ങയുടെ നഗരം അന്യായമായി പിടിച്ചെടുത്തു. കർത്താവേ, അങ്ങേ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിച്ചു. അങ്ങയുടെ എതിരാളികളോട് ഞാൻ കോപിച്ചു. ദൈവമേ, എന്നെ പരിശോധിക്കണമേ, എന്റെ ഹൃദയം മനസ്സിലാക്കണമേ. അങ്ങ് എന്നെ പരീക്ഷിക്കണമേ, എന്റെ വിചാരങ്ങളെല്ലാം അറിയണമേ. വഞ്ചനയുടെ വഴിയിലാണോ ഞാൻ നടക്കുന്നതെന്ന് അങ്ങ് പരിശോധിക്കണമേ. അങ്ങയുടെ നിത്യമായ മാർഗത്തിലൂടെ അങ്ങ് എന്നെ നയിക്കണമേ. കർത്താവേ, ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു, ദിവസം മുഴുവൻ കലഹമുണ്ടാക്കുന്നു. നാവിനെ സർപ്പത്തിൻ്റെതുപോലെ മൂർച്ചയുള്ളതാക്കുന്നു, അധരങ്ങളിൽ അണലി വിഷം ഒളിഞ്ഞിരിക്കുന്നു. കർത്താവേ, അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, കവർച്ചക്കാരിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്റെ പാദം പിഴപ്പിക്കാൻ അവർ നോക്കുന്നു, ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. എനിക്കെതിരായി അവർ കുരുക്കുരുക്കിയിരിക്കുന്നു, വഴിയരികിൽ വല വിരിച്ചിരിക്കുന്നു. അങ്ങാണ് എന്റെ ദൈവമെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു. കർത്താവേ, എന്റെ ശക്തനായ രക്ഷക, എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. യുദ്ധദിനത്തിൽ എന്റെ പടത്തൊപ്പിയാകണമേ. കർത്താവേ, ദുഷ്ടരുടെ മോഹം സാധിച്ചു കൊടുക്കരുതേ, അവരുടെ ദുരാലോചന സഫലമാക്കരുതേ. അപവാദം പരത്തുന്നവൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, ദുഷ്ടനെ തിന്മ വേട്ടയാടും. കർത്താവ് ദരിദ്രർക്ക് നീതി നൽകുമെന്നും അഗതികൾക്ക് ന്യായമേകുമെന്നും എനിക്കറിയാം. നീതിനിഷ്ഠർ അങ്ങയുടെ നാമം പുകഴ്ത്തും, പരമാർത്ഥികൾ അങ്ങയുടെ സന്നിധിയിൽ വസിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ, ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ, ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു, എന്നെ തള്ളിക്കളയരുതേ. അഹങ്കാരികൾ എനിക്കെതിരായി കെണിവച്ചിരിക്കുന്നു, അവരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അധർമ്മികൾ അവരുടെ വലകളിൽ കുരുങ്ങട്ടെ, ഞാനോ സുരക്ഷിതനായി കടന്നു പോകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക്
എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മഹത്വവും ബഹുമാനവും നീ അവനെ അണിയിച്ചു. കന്യാമറിയത്തിൽ നിന്നും ഉദയം ചെയ്തു മാനവനായി സർവജനത്തിൻ പ്രത്യാശ. ആദിമനാളിൽ സാഘോഷം പുൽക്കൂടവനെ വഹിച്ചെന്നാൽ ക്രോവേ വൃന്ദം സാനന്ദം അവനെ കൈകളിലേന്തുന്നു. ശ്രാപേ വൃന്ദം മോദമോടെ അവരോടൊത്തണി ചേരുന്നു. മറിയത്തിൻ സുതനീശോയേ സ്തുതികൾ പാടി നമിക്കുന്നു. നീ ദൈവഭയമുള്ള സ്ത്രീയാകുന്നു. സുതരാം നാഥനുമാതാവേ ശക്തി വിളങ്ങും കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നരവംശത്തിൻ രക്ഷകന ഈശോനാഥനവാണരുള ഉദരം നൽകിയ മാതാവേ സുതനോടർത്തിച്ചിടണമേ. അവനുടെ കൃപയാൽ ദുഃഖങ്ങൾ ഞങ്ങളിൽ നിന്നും അകന്നിടാൻ ശാന്തിയും ഐക്യവും അനവരതം ഞങ്ങളിലെന്നും നിലനിൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യം നിർമ്മല കന്യകയെ പാവന സഭരന്മാരാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിന്നടനയാൽ സഭയെയും സുരരെയും കാത്തരുളണമേ. ദുഷ്ടപിശാചിൻ കെണിയിൽ നിൻ ഇവരെ മോചിച്ചിടണമേ. വെളിപാടിൻ ദിനമണയുമ്പോൾ അവരുടെ ശക്തിയുദിക്കുമ്പോൾ നിന്നോടൊപ്പം മഹിമയിടും മണവറ ഞങ്ങൾ പോകട്ടെ. കരുണാനിധിയാം കർത്താവേ നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. അവിടുത്തെ മാർഗ്ഗങ്ങൾ ഭൂമിയിലും രക്ഷ എല്ലാ ജനതകളിലും അറിയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ ഏറ്റുപറയട്ടെ. ജനപദങ്ങളെല്ലാം അങ്ങേ പാടി പുകഴ്ത്തട്ടെ. എല്ലാ രാജ്യങ്ങളും ആനന്ദിക്കുകയും അങ്ങേ പുകഴ്ത്തുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുന്നു. ഭൂമിയിലെ രാജ്യങ്ങൾ അങ്ങ് ഭരിക്കുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ സ്തുതിക്കട്ടെ. എല്ലാ ജനപദങ്ങളും അങ്ങേക്ക് നന്ദി പറയട്ടെ. ഭൂമി സമൃദ്ധമായ വിളവ് നൽകി അത്യുന്നത ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നാഥനെ വാഴ്ത്തുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു. എളിയൊരു ദാസി നിഖിലേശൻ കനിവോടു തൃക്കൺ പാർത്തല്ലോ. രക്ഷകനലിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി. ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു. ഗർവിതനപജയമേറ്റുന്നു, ബലമൊടു വിജയം നേടുന്നു. എളിയ ജനത്തെ വളർത്തുന്നു, ബലമുള്ളവരെ താഴ്ത്തുന്നു. ധനികർക്കൊന്നും നൽകാതെ പശയുള്ളവരെ പോറ്റുന്നു. അബ്രാഹമോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ. തുണ ഇസ്രായേലിനു ചെയ്തല്ലോ. താതനും അതുപോലാത്മജനം റോഹായ്ക്കും സ്തുതി എന്നേക്കും. ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ, ആമേൻ അനവരതം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ